നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതിയും ഭരണിയും കാർത്തികക്കാരും ഉൾപ്പെടുന്ന മേടൻ രാശി. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പാർട്ട് ടൈമായിട്ട് ബിസിനസ്സായിട്ടോ സർവീസായിട്ടോ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉചിതമായിട്ടുള്ള സമയമാണ്. അതിൽ വിജയിക്കാനും നമുക്ക് മേന്മയും അനുകൂല കാര്യങ്ങളും ദൈവാധീനത്താൽ കാണുന്നുണ്ട്. ഗൃഹം മാറണമെന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് റെൻറ്റിൽ താമസിക്കുന്നവർക്ക് മറ്റൊരു ഗൃഹത്തിലേക്ക് മാറാനുള്ള ഈശ്വരാധീനം ഈ സമയത്ത് അനുകൂലം തന്നെയാണ്. ചിങ്ങമാസത്തോടു കൂടി അതിനുവേണ്ടി താല്പര്യപ്പെട്ട് മുന്നോട്ട് പോയാൽ ഇപ്പോൾ ഇരിക്കുന്നതിൽ നിന്നും മെച്ചമായിട്ടുള്ള ഒരു ഗൃഹയോഗം നമുക്ക് വരാൻ സാധിക്കും. മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, കോച്ചിങ്ങിന് മറ്റു കാര്യങ്ങൾ പോകുന്ന സംബന്ധിച്ചിടത്തോളം മേടൻ രാശിക്കാരിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം, ആ എക്സാമിൽ നല്ല രീതിയിൽ വിജയിച്ച് നമുക്ക് അഡ്മിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഗുണം തന്നെയാണ് കാണുന്നത്. കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തര ഇടവരാശി. ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെയാണ് ഇടവൻ രാശിക്കും കാണുന്നത്. ഇവിടെ പിതൃക്കൾക്കുള്ള പരിഹാര പ്രായശ്ചിത്തങ്ങൾ നമ്മൾ ചെയ്ത് കാര്യങ്ങൾ കുറച്ചുകൂടെ അനുഗ്രഹം വാങ്ങേണ്ടത് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ഈ പ്രായശ്ചിത്തം എന്ന് പറയുമ്പോഴത്തേക്ക് ബലിയിൽ തിരുഹോമത്തിലൊക്കെ വന്നിട്ടുള്ള കുറവ്, ആ കുറവൊന്ന് പരിഹരിച്ച് വിഷ്ണുപാദ സമർപ്പണം ചെയ്യുന്നത് പിതൃക്കളുടെ നല്ല അനുഗ്രഹത്താൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സഹായിക്കും. അതുമൂലം സന്താനഭാഗ്യം ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അത് മാറി നല്ല സന്താനയോഗം കിട്ടുന്നതിന്, മംഗല്യ കാര്യങ്ങൾ നടക്കാതെ നീണ്ടുപോകുന്ന തടസ്സങ്ങളുണ്ടെങ്കിൽ നല്ലൊരു ബന്ധം വിവാഹ കാര്യത്തിന് കണ്ടെത്തി അത് അനുകൂലിച്ച് ഉറച്ച് നടക്കാനുള്ള യോഗവും പിതൃക്കളുടെ അനുഗ്രഹം അനിവാര്യം തന്നെയാണ്. നാഗദോഷങ്ങൾ വന്നിട്ടുള്ളത്, അത് മുമ്പെപ്പോഴെങ്കിലും വീട്ടിലോ നമ്മുടെ വസ്തുവിലോ വന്നിട്ടുള്ള സർപ്പത്തിനെ തല്ലിക്കൊന്നിട്ടുള്ള ദോഷം ഉണ്ടെങ്കിൽ അതിനും നാഗപൂജ ചെയ്ത് അതിനുള്ള പ്രായശ്ചിത്തം ചെയ്ത് രാഹു കേതു പ്രീതി അനുകൂലമാക്കേണ്ടത് അനിവാര്യമായിട്ട്. നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യ ഇവർക്ക് 3 പേർക്ക് ആയില്യ പൂജ, സർപ്പപ്രീതി പരിഹാരം ചെയ്യുന്നത് വളരെ ശ്രേയസ് നമ്മുടെ കുടുംബത്തിനും അനുകൂലം ഉണ്ടാകും. മകയിരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സോ വർക്കോ ചെയ്യുന്നവർക്ക് നേട്ടം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതിലേക്ക് കുറച്ച് നല്ല രീതിയിൽ അന്വേഷിച്ച് കണ്ടെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അത് ബിസിനസ്സിലേക്ക് കൺവെർട്ട് ചെയ്ത് കാര്യങ്ങളിലേക്ക് സർവീസായിട്ട് കൊടുത്താലും സാമ്പത്തിക നേട്ടവും വളരെ നല്ല രീതിയിലുള്ള മെച്ചവും നമുക്കുണ്ടാകാനും, നമ്മൾ മുഖാന്തരം പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവർ കൺസൾട്ടേഷനുകളായിട്ട് മറ്റുള്ളവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള അനുകൂല സ്ഥിതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം പരിശ്രമം കുറച്ചുകൂടെ ഊർജിതമാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. എങ്ങനെയെങ്കിലും കടന്നുകൂടിയിട്ട് കാര്യമില്ല. നമ്മളോടൊപ്പം ഉണ്ടായിട്ടുള്ള പലരും നല്ല റിസൾട്ടോടു കൂടി പോകുമ്പോഴത്തേക്ക് നമുക്ക് അതോടൊപ്പം തന്നെ എത്തിയേ പറ്റൂ എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പല ലോസുകളും നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് അതിനുണ്ട്. പക്ഷേ ഉന്മേഷത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ വിജയത്തിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നല്ലൊരു പ്രോഗ്രസ് നമുക്ക് കണ്ടെത്താൻ പറ്റും, യാതൊരു സംശയമില്ല. മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം നമ്മൾ കരുതൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കുറേ അനാവശ്യ അധിക ചെലവുകൾ നമ്മളെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു നിയന്ത്രണം നമ്മൾ സ്വയം ഏത് തരത്തിൽ ഏതൊക്കെ മേഖലയിൽ വേണമെന്നുള്ളത് നിശ്ചയിച്ചേ പറ്റും. ഗൃഹത്തിൽ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഒരു തരത്തിലുള്ള വാസ്തുദോഷവും നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ്റനൻസ് കഴിഞ്ഞതിന് ശേഷം വിഘ്നേശ്വര പൂജ, ഗണപതി ഹോമം ചെയ്ത് വാസ്തു ഉപചാര മന്ത്രവും ജപിച്ച് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ആ ഗൃഹത്തിൽ അതിൻ്റെ ആയിട്ടുള്ള ഈശ്വര കടാക്ഷം വർദ്ധിക്കുകയുള്ളൂ. പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് നല്ലതാണ്. പുണർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കടക രാശി.
കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നല്ലൊരു ബന്ധം നടക്കണം, പല പ്രപ്പോസലുകളും കാര്യങ്ങളും വരുന്നു വിവാഹത്തിന്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തിണങ്ങി പോകുമ്പോൾ നല്ലൊരു ബന്ധം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കഥയില്ല, കാര്യമില്ല. നമ്മുടെ ചുറ്റും ജീവിതാനുഭവങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ആളായിരിക്കണം. കെയർ, പ്രൊട്ടക്ഷൻ, അതോടൊപ്പം സാമ്പത്തികം, സന്തോഷം, സ്നേഹം, വിശ്വാസം, ഇതിലെല്ലാം നമ്മളോടൊപ്പം ഒരു സഹകരണ പൂർണ്ണ സമർപ്പിത രീതിയിലുള്ളതാണ്. ഇതിന് ദൈവാധീനത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് 41 ഡേയ്സ് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കണം. ഈ 41 ദിവസത്തിനകത്ത് ഈ തരത്തിലുള്ള തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായി വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഈശ്വരാനുഗ്രഹത്താൽ കാര്യങ്ങൾ നടക്കും. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ പരദേവതാ സ്ഥാനത്ത് കുടുംബക്ഷേത്രം, കുടുംബദേവാലയം, കുടുംബത്തെക്കതിൽ ഉപചാര സമർപ്പണം ചെയ്ത് കുറച്ചുകൂടെ നമുക്ക് ഈശ്വരാധീനം തുണയാക്കി എടുക്കേണ്ടത് നല്ല സമയം തന്നെയാണ്. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ പണ്ടേ വലിയ താല്പര്യമുള്ളവരാണ്. അതുമൂലം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും കോട്ടങ്ങളും നമ്മൾ ചിന്തിക്കുകയില്ല. തിരിഞ്ഞു നോക്കിയാൽ സത്യം പറഞ്ഞാൽ നമ്മളോടുള്ള താല്പര്യവും നമ്മളുടെ അത്യാവശ്യത്തിനും വരുന്ന എത്ര പേരുണ്ടാവും, നമുക്ക് നമ്മളെ കാണുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം. ഇത് പലപ്പോഴും തിരിച്ചറിയില്ല. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും എന്ന് പറഞ്ഞാൽ വൈരാഗ്യം അല്ലെങ്കിൽ വിരോധം അല്ലെങ്കിൽ അസൂയ കുറേ കാലം കൊണ്ടേ നമ്മളെ വലയ്ക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ വക നെഗറ്റീവ്സ് നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള കാര്യമുണ്ട്. ഇത് തൊഴിൽ മേഖലയെ നമ്മളെ പലതരത്തിൽ പ്രതിസന്ധിയാക്കുന്നു. പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി മേഖലയിൽ നിന്ന് നമുക്ക് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, നമ്മൾ പുകച്ചു ചാടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകിച്ച് സീരിയൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. ഇവിടെയും 1-2 നല്ല ഓപ്പർച്യൂണിറ്റി വരേണ്ട സമയത്ത്, കിട്ടേണ്ട സമയത്ത് അതിൽ വിജയിക്കേണ്ട, നമ്മുടെ വ്യക്തിത്വവും കഴിവും തെളിയിക്കേണ്ട മേഖല വീണ്ടും നമുക്ക് ലോസ് അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പാടില്ല. ഇവിടെ ശ്രീ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് നമ്മളോടൊപ്പം സാമീപ്യം ഉണ്ടായിരിക്കേണ്ടത് ഈ വക കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്ക് അതിൽ പെടാതെ മാറി മുന്നോട്ട് പോകാനുള്ള ഈശ്വര കടാക്ഷം സഹായിക്കും. ശ്രീ രാജരാജേശ്വരി കവചിത മന്ത്രം, അത് ദേഹരക്ഷയായിട്ട് സാമീപ്യം ഉണ്ടായിരിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള ഈശ്വരാനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഉത്രത്തിമുക്കാലത്തം, ചിത്തിരത്തര, കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൃഹത്തിൽ പലതരത്തിലുള്ള നെഗറ്റീവ്സ് കാണുന്നെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വീഴുക, പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ നമ്മളോ മറ്റു കുട്ടികളോ വേറെ ആരെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അഗ്നിദോഷം ഉണ്ടാകുക, അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി വടിക്കുമ്പോഴോ ആ തരത്തിലുള്ള അഗ്നിദോഷങ്ങൾ ഉണ്ടാകുക. ചില്ലുകൾ നിരന്തരം ഉടയുക, ഗ്ലാസ് ഉടയുക, പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കുന്നതോ ടീപ്പയോടെ ജന്നലിൻ്റെയോ ഒക്കെ ചില്ലുടയുക. അപ്പോൾ ഇതൊരു മൂദേവി ലക്ഷണം. അപ്പോൾ ഈ വക ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഉപചാര പൂജ ചെയ്ത് നെയ്ക്കുമ്പളങ്ങ അത് ഒഴിഞ്ഞ് അത് ഒഴുക്കുന്നത് ഉചിതമാണ്. നെയ്ക്കുമ്പളങ്ങ അല്ലെങ്കിൽ ചുടല തേങ്ങ അതെല്ലാവരുടെയും തലയ്ക്ക് ഒഴിഞ്ഞ് വീടും ഒഴിഞ്ഞ് അടിച്ചുടച്ചൊഴുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. കുമ്പളങ്ങയാകുമ്പോൾ അത് കഷ്ണിച്ച് അത് ഒഴുക്ക് വെള്ളത്തിൽ കളയണം. ഒഴിഞ്ഞതിന് ശേഷം ആ ദൃഷ്ടി, പാപബന്ധനങ്ങൾ, വിളി, ശാപങ്ങൾ ഒക്കെ അതോടുകൂടി നമ്മളിൽ നിന്ന്, ഗൃഹത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും എന്നുള്ളതാണ് സങ്കല്പം. അതോടൊപ്പം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ 2 കാര്യങ്ങൾ വളരെ പ്രാധാന്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. അതിലൊന്ന്, വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ വരുന്ന സമയത്ത് മകയിരം, ഉത്രട്ടാതി, തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ നല്ല രീതിയിൽ പാപത്വ ചേർച്ച അനുകൂലം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് സന്താന ഭാഗ്യത്തിന് വളരെയധികം ഡിലേ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. രണ്ടാമത് പ്രധാനപ്പെട്ടൊരു കാര്യം, ഗൃഹത്തിൽ വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ
അത് വാസ്തുശാസ്ത്രം അറിയുന്ന ആരെങ്കിലും കൊണ്ട് കണ്ടു നോക്കി അളന്ന് നോക്കി അത് കറക്റ്റ് ചെയ്യേണ്ടതും പല കാര്യങ്ങളെയും നമ്മളെ ബാധിച്ചുള്ള നെഗറ്റീവ്സ് മാറിക്കിട്ടാൻ അനുകൂലമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചിത്തിരത്തര ചോതി വിശാത്തി മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുധൻ്റെയും ശുക്രൻ്റെയും കാലഹോര തിരഞ്ഞെടുക്കണം. പ്രധാനപ്പെട്ട യാത്രാ മീറ്റിങ്സിന് പോകുമ്പോഴത്തേക്ക് ഈ കാലഹോര നോക്കിപ്പോയാൽ പല പ്രതിബന്ധങ്ങളും ദോഷങ്ങളും തടസ്സങ്ങളും നമ്മളെ ബാധിക്കേണ്ടത് ഒഴിവായി പോസിറ്റീവായിട്ടുള്ള തീരുമാനവും വിജയവും നമുക്കുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ മൊത്ത കുടുംബത്തിൻ്റെയോ ആ വിഹിതം അത് കറക്റ്റായിട്ട് വരാതെ കേസ് വ്യവഹാര കാര്യങ്ങളിലൊക്കെ കിടക്കുന്നവരെ സംബന്ധിച്ചോളം അപ്രതീക്ഷിതമായിട്ടുള്ള ചില കോണുകളിൽ നിന്നുള്ള ഒരു അടിയൊഴുക്ക് കാരണം അവരുടേതായിട്ടുള്ള അത്യാവശ്യ അടിയന്തര കാര്യങ്ങൾ കാരണം ഇതൊരു ന്യായമായിട്ടുള്ള സെറ്റിൽമെൻറ്റിലേക്ക് വരാനും നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ അത് ഡിവൈഡ് ചെയ്ത് ഒത്തുതീർപ്പിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനും പറ്റുന്ന ഒരു അന്തരീക്ഷം വരും. ഇവിടെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയ വീട്ടുവീഴ്ചകൾ വേണ്ടി വരും എന്നുള്ളതാണ് സത്യം. ഇവിടെ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതൽ 12th വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ അലസത കാണുന്നവർ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. മൊബൈലിൻ്റെ യൂസിങ് ആയിരിക്കും, ചില ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ പിടിവാശിയായിരിക്കാം, എപ്പോഴും പടിയെന്ന് പറയുന്നത് കൊണ്ടുള്ള ദേഷ്യവും വാശിയും കൊണ്ടായിരിക്കാം. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് ഫൈനൽ റിസൾട്ടിൽ അത് ദോഷകരമായിട്ട് വരും. കാരണം എനിക്കറിയാം എപ്പോഴും പറയണ്ട എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറ്റിവെച്ച് പോകുമ്പോൾ ചില 1-2 വിഷയങ്ങളിലോ പേപ്പറുകളിലോ ഈ ലോസ് വരുമ്പോൾ അത് നെക്സ്റ്റ് ഇയറിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് പോകുന്ന കാര്യത്തിന് പരീക്ഷണങ്ങളുണ്ടാകാം. ഇവിടെയാണ് ശ്രീ വിദ്യാ സരസ്വതി കവചിത മന്ത്രം വേണ്ടുന്നത്. അത് പൂജിച്ച് നല്ല രീതിയിൽ ശക്തിപ്പെടുത്തി നമ്മുടെ പഠിക്കുന്ന സ്ഥലത്തോ നമ്മളുടെ ശരീരത്തിലോ ദേഹരക്ഷയായിട്ടോ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള റിസൾട്ടും കോൺഫിഡൻസും ഉണ്ടായി നല്ലൊരു ഡ്രീമോടുകൂടി അവരെ നമുക്ക് പഠനകാര്യത്തിൽ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായകമാകും. ശ്രീവിദ്യ സരസ്വതി കവചമന്ത്രം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വസ്തു കച്ചവടം 1-2 നല്ല കാര്യങ്ങൾ നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മളോടൊപ്പം നിന്നവരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പാരവയ്പ് അല്ലെങ്കിൽ ശത്രുത കാരണം ചില പ്രശ്നങ്ങൾ മുമ്പുണ്ടായതുപോലെ നഷ്ടവും കോട്ടവും വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാന് 7 വെള്ളിയാഴ്ച പുഷ്പാഞ്ജലി ചെയ്ത് 7ാമത്തെ വെള്ളിയാഴ്ച പാലോ കരിക്കോ അല്ലെങ്കിൽ ഭസ്മമോ അഭിഷേകം ചെയ്യുന്നത് പ്രശ്നങ്ങൾ നമുക്ക് അനുകൂലമായി വരാൻ ദൈവകടാക്ഷത്തിന് വളരെ ഗുണകരമാകും. സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യണം. വിശാഖത്തിക്കാൽ അരിടം തൃക്കേട്ട വൃശ്ചിക രാശി. ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില കൺഫ്യൂഷൻ വരും. ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണോ വേണ്ടതെന്നുള്ളത് അതിൻ്റേതായിട്ടുള്ള കാര്യമില്ല. ഇപ്പം നമ്മൾ പഠിച്ചിറങ്ങുന്ന കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി സെലക്റ്റായി നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനും വിജയിക്കാനും പറ്റും. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കുള്ള ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നത് ഉചിതമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇരിക്കുന്ന ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ വലയ്ക്കുന്ന സാഹചര്യങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കണം. പക്ഷേ ഒക്ടോബർ നവംബറോടുകൂടി പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓഫർ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അതിലേക്ക് നമുക്ക് പോകാനും ആ ഷഫ്ലിങ്ങിൽ നമുക്ക് അവിടെ മെച്ചവും ന്യായമായിട്ടുള്ള രീതിയിലുള്ള ഉയർച്ചയും സാമ്പത്തിക മെച്ചവും ഉണ്ടാകാൻ ഈശ്വര കടാക്ഷം കാണുന്നുണ്ട്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ ശ്രദ്ധയും കരുതലും വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടകം മുതൽ വൃശ്ചികം വരെ ഉള്ള മാസങ്ങളിൽ അപകട സാധ്യത, വീഴ്ചകൾ, മറ്റു കാര്യങ്ങൾ പലതരത്തിലും നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അത് നമ്മുടേതായിട്ടുള്ള ശ്രദ്ധയും നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വ ബോധവും നമുക്ക്
ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല്, ധനു രാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്ന്, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള സാഹചര്യം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 45 വയസ്സിന് മേലെ 60 വയസ്സിനുള്ള അമ്മമാരിൽ, സ്ത്രീജനങ്ങളിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സന്ധിവേദന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കഫത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ട്രീറ്റ്മെൻറ്റ്, ചികിത്സകൾ അതൊട്ടും വൈകാതെ കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം തൈറോയിഡിൻ്റെയോ ബ്ലീഡിങ്ങിൻ്റെയോ യൂട്രസിൻ്റെയോ സിസ്റ്റിൻ്റെയോ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് അമ്മമാരിൽ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടും സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് കണ്ട് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആവാത്ത കാര്യങ്ങളിൽ ഇനി നീട്ടിവെക്കുന്നത് ഉചിതമല്ല. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിലൊരു കരുതലും ശ്രദ്ധയും അക്കൗണ്ടബിലിറ്റിയും നമ്മൾ നോക്കിയേ പറ്റൂ. ഇവിടെ ജാമ്യം നിന്ന കാര്യത്തിൽ പലപ്പോഴും നമുക്ക് നോട്ടീസ്, മറ്റ് കാര്യങ്ങൾ, ബാങ്കിൽ നിന്ന് വരാനുള്ള കാര്യങ്ങൾ വളരെ കൂടുതലായിട്ടുള്ള സമയമാണ്. അതിന് വ്യക്തമായിട്ട് അതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് ആ വക പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വന്നേ പറ്റൂ. ഇവിടെ ഒരു നയപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയേ പറ്റൂ. ടെൻഷനോ എടുത്തിയാട്ടമോ നമുക്ക് ദോഷമേ ഉണ്ടാക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം, അവിട്ടത്തര, മകരരാശി വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക്, താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. വീടിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളിൽ മാറണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉടനടി എടുത്ത് ചാടി മാറേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് സത്യം. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനോ പുതുതായിട്ടുള്ള വാങ്ങിക്കാനോ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും അല്ലെങ്കിൽ വിസിറ്റിംഗ് എടുത്ത് തൊഴിൽ തേടുന്ന കാര്യത്തിലായിരുന്നാലും അത് അനുകൂലമായിട്ടുള്ള ദൈവാധീനം പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പോയാൽ അതിൻ്റെ മെച്ചവും ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കൊരു കരയ്ക്ക് എത്താനും 3 വർഷം കൊണ്ട് എല്ലാ കാര്യത്തിലും, ഒരു സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കൊരു കരയ്ക്കെത്താനും ദൈവാധീനം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് പോയി തൊഴിലോ ബിസിനസ്സോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും വിദേശത്ത് പോയി പഠിച്ച് അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്കും അനുകൂല സമയം തന്നെയാണ്. അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ, കുംഭരാശി ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപദോഷം കുടുംബത്തിൽ പൂർവികമായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്ത പരിഹാരം നമ്മൾ ചെയ്ത് അനുകൂലമാക്കി തുണയാക്കി നിലനിർത്തണം. അത് ആഗ്രഹ നിവൃത്തി വരാതെ എന്ന് പറയുമ്പോഴത്തേക്ക് ദുർമൃതി ശാപദോഷങ്ങൾ, അതിന് ലക്ഷ്മീനാരായണ പൂജയും തിലഹോമവും ചെയ്തിട്ട് ഉപചാര സമർപ്പണം ചെയ്ത് വിഷ്ണുപാദത്തിൽ സമർപ്പിക്കുന്നതിന് അവർക്ക് മോക്ഷം, സായുജ്യം, മുക്തി ഇവ അനുകൂലിച്ച് നിൽക്കുന്നതിനും പിതൃഗുണങ്ങളും പിതൃഭാവയോഗങ്ങളും നമുക്ക് അനുഗ്രഹീതമായിട്ട് വരുന്നതിന് പാൽപ്പായസ നിവേദ്യം പ്രത്യേകിച്ച് അമാവാസി ദിവസത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. നാഗദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് സർപ്പപ്രീതി ആയില്യ പൂജ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം കുടുംബക്ഷേത്രത്തിൽ അതിനുള്ള പ്രായശ്ചിത്ത പരിഹാരവും കാര്യങ്ങളും ചെയ്ത് ഈശ്വര കടാക്ഷം നമുക്ക് തുണയാക്കി അനുകൂലിച്ച് നിർത്തേണ്ടതും നമ്മുടേതായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനുള്ള സമയവും സാമ്പത്തികവും നമുക്ക് കഴിവുള്ളതുപോലെ ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ, കുടുംബ ദേവാലയമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ കിട്ടാനുള്ള സാമ്പത്തികൾ സമയത്തിന് അനുസരിച്ച്, ആവശ്യകതയ്ക്ക് അനുസരിച്ച് കിട്ടുന്നതിൽ താമസം ഉണ്ടായേക്കാം. പ്ലാൻ ബി അനുസരിച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന്, സാമ്പത്തികം വേറെ വഴിക്ക് കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. വീണ്ടും പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാൻ പാടില്ല. ഒരു വ്യക്തമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റിയുടെ കൂടെ പ്ലാൻ നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, മീനൻ രാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്ത് പുതുതായിട്ടുള്ള മേഖലകളിലേക്ക് കാലെടുത്ത് വയ്ക്കാനും ബിസിനസ്സിലേക്ക് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ അത് നേട്ടങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന സമയം തന്നെയാണ്. അതിൻ്റെ പ്ലാനിങ്ങിന് പോസിറ്റീവായിട്ടുള്ള ഫലം നമുക്കുണ്ടാവും. പ്രൊസീഡ് ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ തടസ്സം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളൊരു നല്ല ബന്ധം നടക്കുന്നതിന് വേണ്ടിയിട്ട് 11 ദിവസം
ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യാം. പ്രപ്പോസൽ വരാനും ഈ ചിങ്ങത്തിനും വൃശ്ചികത്തിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ ആകാനും ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ പുത്രഭാഗ്യം, സന്താനഭാഗ്യം എന്നുള്ളത് സങ്കടകരമായിട്ട് നിൽക്കുന്നു, നീണ്ടു പോകുന്നു. IVF ചെയ്തു വരെ IVF ചെയ്തിട്ട് വരെ ഫലപ്രാപ്തി ഉണ്ടാകാതെ ദുഃഖിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചോളം ഗൃഹത്തിൽ ഭാഗ്യസൂക്ത കവചമന്ത്ര പൂജ ചെയ്ത് അഷ്ടലക്ഷ്മി ചക്രത്തിന് മുൻപിൽ 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഉത്തമ സന്താന ഭാഗ്യയോഗം നമുക്ക് അനുകൂലമായിട്ട് തന്നെ ഈ വർഷം കിട്ടും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. എല്ലാവർക്കും